സെക്രട്ടേറിയറ്റ് നടയിൽ രാപ്പകൽ സമരം, വെഴിഞ്ഞത്ത് ചാകര. എത്ര മനോഹരമായിരിക്കുന്നു, സുന്ദരമായ കാര്യങ്ങൾ. അമിത്ഷാ വന്ന് പൊക്കും എന്ന് പറഞ്ഞപ്പോഴേ വിചാരിച്ച് പൊങ്ങൂല ആശാനെ, പൊങ്ങൂല. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചു. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അദാനിയും കൂടെയൊക്കെ ഞങ്ങളെ വഞ്ചിച്ചു, പറ്റിച്ചു. അന്നേ ഞങ്ങൾ നോക്കി വച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ നമ്മൾ ജയിക്കുകയുള്ളൂ. സുധീർ ഖാൻ പഴയ വലിയ നേതാവാണ്. അദ്ദേഹം 83 വോട്ട്, ചിലപ്പോൾ അത് എണ്ണിയൊക്കെ വരുമ്പോൾ 90-100 ആവും. ആ 100-ൽ താഴെ വോട്ടിന് അദ്ദേഹം ജയിച്ചിരിക്കുന്നു. എന്നാൽ 2000-ലധികം വോട്ട് പിടിച്ച് BJP ശക്തമായ സാന്നിധ്യം. BJPയുടെ ഏറ്റവും വലിയ ഗുണം എന്നറിയാവോ? അവർ കൊടി വയ്ക്കും, പക്ഷേ ഭക്ഷണം വേറെ ആരെല്ലാം കഴിച്ചുകൊണ്ട് പോകും. എല്ലായിടത്തും അവർ കൊണ്ട് കൊടി വയ്ക്കും. വിഴിഞ്ഞത്ത് അവർ കൊടി വെച്ചു, 10-2000 വോട്ട് കിട്ടി. ബാക്കി കൂടുതൽ വോട്ട് പിടിച്ചത് ആര് കൊണ്ടുപോയി? 300 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ജയിച്ച ആളും ഈ BJPയും തമ്മിൽ. അപ്പോൾ ഒരു 150-160 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ BJPക്ക് ജയിക്കാമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് LDF ഉണ്ട്, അവരൊരു 45 വോട്ട് പിടിച്ചെങ്കിൽ അവർ ജയിച്ചേനെ. എന്തായാലും LDFനെ തോൽപ്പിച്ചപ്പോൾ കൗൺസിലറിൽ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ 19 UDFൻ്റെ എണ്ണം 20-ലേക്ക് പോയി. 29 LDF 29 തന്നെ നിൽക്കുന്നു. അപ്പോൾ 49, 2 സ്വതന്ത്ര, 51, 50 BJP. അപ്പോൾ ചുരുക്കത്തിൽ BJPക്ക് പണ്ട് 72 സീറ്റുമായി മുൾമുനയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിച്ചതുപോലെ 50 സീറ്റിലിരുന്നു കൊണ്ട് രാജേഷിന് ഭരിക്കേണ്ട ഒരു സ്ഥിതി വരും. കണ്ണമ്മൂല രാധാകൃഷ്ണനാണ് വീണ്ടും താരം. ഇടയ്ക്ക് വിഴിഞ്ഞത്ത് യഥാർത്ഥത്തിൽ ബിനു ജയിച്ചിരുന്നെങ്കിൽ, പഴയ ഏരിയ കമ്മിറ്റി അംഗവും പിന്നെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന, ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ബിനു ജയിച്ചിരുന്നെങ്കിൽ BJPക്ക് ഊശ്വരനായിട്ട് കയറി പോകാമായിരുന്നു. 51 വെച്ച് കയറി പോകാമായിരുന്നു. പക്ഷെ അത് സമ്മതിച്ചില്ല. ജനങ്ങൾ പറഞ്ഞു അങ്ങനെ പോണ്ട, നിങ്ങൾ അമിത്ഷാ വന്നതൊക്കെ ശരി തന്നെ, നിങ്ങൾ BJP ഒക്കെ തന്നെ, നിങ്ങൾക്ക് ഇപ്പോഴും തിരുവനന്തപുരവും കേരളവും ഒക്കെ ബാലികറ മല തന്നെയാണ് എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് വന്നിരിക്കുന്നത്. UDF അടിച്ചു കയറി പോവുകയാണ്. കാറ്റും കോളും ഒന്നുമില്ലാതെ, ഇത്രയും വലിയ സമരവും ബഹളമൊന്നും ഇല്ലാതെ തന്നെ UDF ഗോളടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഐഷ പോറ്റി വന്ന് അതിനകത്ത് കയറി. അപ്പോൾ എല്ലാം കൊണ്ടും കോൺഗ്രസ് ഗോളടിച്ച് നിൽക്കുന്നു. വിഴിഞ്ഞം ഒരു സീരിയസ് ആയിട്ട് പോയി. എന്തായാലും CPMൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോൾ കേരള സർക്കാരിൻ്റെ ഈ വരാൻ പോണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് UDF നേടുമെന്ന് നോക്കിയാൽ മതി. 2ാം സ്ഥാനത്ത് കൂടെ പിടിച്ച് BJPയുമുണ്ട്. എന്നാൽ പല മണ്ഡലങ്ങളിലും CPMും കൂടെ ഉണ്ടാകും. നമുക്ക് കാത്തിരുന്ന് കാണാം BJPക്ക് എന്താ സംഭവിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം BJP തുണയ്ക്കുമോ? വിഴിഞ്ഞം വിജയം പോലുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF ജയിക്കുന്നുണ്ട്. അവർ ഉപതെരഞ്ഞെടുപ്പ് രാജാക്കന്മാരാണ്. അപ്പോൾ എന്തായാലും വിഴിഞ്ഞത്തോർ ജയിച്ചു. ആ വിജയം അവർക്ക് നന്മയുണ്ടാക്കുമോ കേരളത്തിലാകെ എന്നുള്ളത് നമുക്ക് മെയ് മാസത്തോടു കൂടി അറിയാൻ പറ്റും. ഏപ്രിലിൽ തന്നെ അറിയാൻ പറ്റും.